അഭിമന്യ തുങ്കുഴിപ്പിതാവിന്റെ വേർപാടിലുള്ള ദുഃഖവും അതോടൊപ്പം തന്നെ പ്രാർത്ഥനയും അനുശോചനവും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഇരിങ്ങാലക്കുട രൂപതയുടെ വലിയൊരു സൗഹൃദം അഭിമന്യ തുങ്കുഴിപ്പിതാവിന് ഉണ്ടായിരുന്നു. തുങ്കുഴിപ്പിതാവിന് ഇരിങ്ങാലക്കുട രൂപതയോട് വലിയൊരു സ്നേഹവും അതുപോലെ തന്നെ വലിയൊരു സൗഹൃദവും പുലർത്തിയിരുന്നു. ജെയിംസ് പിതാവായിരിക്കുന്ന അവസരത്തില് ജെയിംസ് പിതാവിന്റെ പ്രവർത്തനങ്ങൾക്കൊക്കെ വലിയ സപ്പോർട്ടായിരുന്നു അഭിമന്യ തുങ്കുഴിപ്പിതാവ് തൃശ്ശൂർ അതിരൂപതയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ ചെയ്തിരുന്നത്. ഞാൻ തുങ്കുഴിപ്പിതാവിനെ കാണുമ്പോൾ ഏറ്റവും ആദ്യം കാണുന്നത് ഞാൻ വടവാതൂർ സെമിനാരിയിൽ പഠിക്കുന്ന അവസരത്തിലാണ്. അന്ന് അദ്ദേഹം മലബാറിൽ നിന്ന് മാനന്തവാടിയിൽ നിന്നൊക്കെ കോട്ടയം ഭാഗത്തേക്ക് വരുമ്പോൾ ചിലപ്പോൾ രാത്രിയൊക്കെ ആയിരിക്കും സ്വയം ഡ്രൈവ് ചെയ്ത് വരുന്നതായിരിക്കും. ആരെയും ശല്യപ്പെടുത്താതെ പിതാവ് ഡ്രൈവ് ചെയ്ത് വണ്ടി അവിടെ നിർത്തി രാത്രി പാർലറിൽ കിടന്നുറങ്ങി രാവിലെയാണ് അച്ഛന്മാരെ ചെറിയൊരു സാങ്കേതിക തടസ്സമുണ്ട്. നമുക്ക് പിതാവിലേക്ക് അല്പസമയത്തിനകം തന്നെ തിരികെ വരാം. ഇരിങ്ങാലക്കുട രൂപതയുമായി ഞാൻ കൂടുതൽ അടുത്ത് വരുന്നത് സെൻട്രൽ ലിറ്റററി കമ്മീഷനിൽ അംഗമായിട്ടും പിന്നീട് ലിറ്റററി കമ്മീഷന്റെ സെക്രട്ടറി ആയിട്ടും ഒക്കെ പ്രവർത്തിക്കുന്ന അവസരത്തിലാണ്. ഞാൻ ലിറ്റററി കമ്മീഷന്റെ സെക്രട്ടറി ആയിട്ട് ചിറ്റപ്പള്ളി പിതാവിന്റെ കൂടെയാണ് പ്രവർത്തിച്ചെങ്കിലും തുങ്കുഴിപ്പിതാവ് ചാർജ് ഒഴിയുന്ന അവസരത്തിലാണ് ഞാൻ ലിറ്റററി കമ്മീഷന്റെ സെക്രട്ടറി ആയിട്ട് ജോയിന്റ് സെക്രട്ടറി ആയിട്ട് വരുന്നത്, പിന്നീട് സെക്രട്ടറി ആയിട്ട് വരികയും ചെയ്തു. അന്നൊക്കെ വലിയ പിന്തുണയും പ്രവർത്തനങ്ങൾക്കൊക്കെ വലിയ പ്രോത്സാഹനവും നൽകിയിരുന്നത് ഞാൻ എപ്പോഴും ഓർക്കുക. ഏതൊരു വ്യക്തിയോടും വലിയ സ്നേഹത്തോടും അതോടൊപ്പം തന്നെ വലിയ ആദരവോടും കൂടെ പെരുമാറുന്ന രംഗം എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. ആ അവസരത്തിലാണ് മാനന്തവാടിയിൽ നിന്ന് താമരശ്ശേരിയിലേക്ക് ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മാറി വരുന്നത്. അപ്പോൾ മാനന്തവാടി രൂപതയിൽ നിന്നൊക്കെ തുങ്കുഴിപ്പിതാവ് പോകുന്നതിനെ കുറിച്ചൊക്കെ വിഷമങ്ങൾ പറയുമ്പോൾ ഒരു പരിഭവവും ഒരു പരാതിയും പറയാതെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം അതിന്റെ ഏറ്റവും പൂർണ്ണതയിൽ നിറവേറ്റാൻ വേണ്ടിയിട്ട് ശാന്തമായിട്ട് വന്ന് താമരശ്ശേരിയിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് ഞാൻ ഓർക്കുകയാണ്. അന്ന് അഭിമന്യ ജെയിംസ് പിതാവായിരുന്നു പടിയറ പിതാവിന്റെ അസിസ്റ്റന്റ് മേജർ ആർച്ച് ബിഷപ്പ് എന്നുള്ള തസ്തിക വഹിച്ചിരുന്നത്. ജെയിംസ് പിതാവായിരുന്നു മാനന്തവാടിയിൽ പോകുകയും തുങ്കുഴിപ്പിതാവിനോടൊപ്പം താമരശ്ശേരിയിലേക്ക് വരികയും ഒക്കെ ചെയ്തത്. അങ്ങനെ ഒരു സൗഹൃദം ജെയിംസ് പിതാവുമായിട്ട് വളരെയേറെ അവസരത്തിൽ ഉണ്ടായിരുന്നു. പിന്നീട് ഞാൻ മറ്റൊരു രംഗം ഓർക്കുന്നത് ഞങ്ങളുടെ ഇരിങ്ങാലക്കുട രൂപതയുടെ സിൽവർ ജൂബിലി സെലിബ്രേഷനാണ്. അന്ന് സിൽവർ ജൂബിലിയുടെ സെലിബ്രേഷന് പിതാവ് പ്രസിഡൻഷ്യൽ അഡ്രസ് പറഞ്ഞപ്പോൾ ഓർക്കുകയാണ്, പല കുടകളും കണ്ടിട്ടുണ്ട്, പക്ഷേ അതിൽ ഏറ്റവും വലിയ കുടയാണ് ഇരിങ്ങാലക്കുട എന്ന് പറഞ്ഞുകൊണ്ട് സരസമായിട്ട് രൂപതയെ അഭിനന്ദിക്കാനും അതുപോലെ തന്നെ എല്ലാത്തിനും ഒരു നവീനമായിട്ടുള്ള രീതിയിൽ തൻ്റെ പ്രസംഗങ്ങളിലൂടെ അവതരിപ്പിക്കാനും ശ്രമിച്ച കാര്യം ഓർക്കുകയാണ്. ഞങ്ങളുടെ രൂപതയിൽ ഇരിങ്ങാലക്കുട രൂപതയിലെ വൈദികരെ എല്ലാവരെയും പിതാവ് ധ്യാനിപ്പിച്ചിട്ടുണ്ട്. ആ ധ്യാനമൊക്കെ വളരെയേറെ ഇന്നും ഹൃദ്യമായിട്ട് എല്ലാവരുടെ മനസ്സുകളിലും ഉണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട പല ഫംഗ്ഷനും റിട്ടയർ ചെയ്തിട്ടും ഇരിങ്ങാലക്കുട രൂപത തൻ്റെ സ്വന്തം ഒരു ഭാഗമാണ് എന്ന് കരുതിക്കൊണ്ട് വരുന്ന കാര്യമൊക്കെ ഞാൻ ഓർക്കുകയാണ്. അഭിമന്യ തുങ്കുഴിപ്പിതാവിന്റെ വേർപാട് തീർച്ചയായിട്ടും വേദനാജനകമാണ്. എന്നാൽ അദ്ദേഹം പ്രായം ആവുന്ന അവസരത്തെ നന്നായിട്ട് ഒരുങ്ങിയിട്ടാണ് ഈ നിത്യതയുടെ ഭവനത്തിലേക്കുള്ള യാത്ര അദ്ദേഹം ചെയ്യുന്നത്. ഈ കാലഘട്ടത്തിലൊക്കെ നന്നായിട്ട് ഒരുങ്ങി, നന്നായിട്ട് ആത്മീയമായിട്ടും അതുപോലെ തന്നെ മറ്റു വിധത്തിലുമൊക്കെ ഒരുങ്ങിയിട്ടാണ് നിത്യതയിലേക്ക് അദ്ദേഹം യാത്രയാകുന്നത്. ഇരിങ്ങാലക്കുട രൂപതയെ സംബന്ധിച്ചിടത്തോളം തുങ്കുഴിപ്പിതാവിന്റെ വേർപാടില് ദുഃഖിക്കുന്ന എല്ലാവരോടും പ്രത്യേക അനുശോചനം രേഖപ്പെടുത്തുകയാണ്. അദ്ദേഹം റിട്ടയർ ചെയ്തിട്ടും
റിട്ടയർ ചെയ്തിട്ടും ഒരുപാട് ശുശ്രൂഷകൾക്ക് സഹായിക്കാനും എവിടെയാണ് തന്റെ സാന്നിധ്യം ആവശ്യമുണ്ടെങ്കിൽ അതിന് യാതൊരു മടിയും കൂടാതെ പ്രവർത്തിക്കാനും അദ്ദേഹം എന്നും തയ്യാറായിരുന്നു. അതിന്റെ നിസ്വാർത്ഥ സേവനത്തിന്റെ വലിയൊരു മാതൃകയാണ്. മലബാർ സഭയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ ഒരുപാട് സഹായകരമായിട്ടുണ്ട് രൂപതയുടെ വളർച്ചയിൽ. പ്രത്യേകിച്ച് ഓൾ ഇന്ത്യ ജൂറിസ്ഡിക്ഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ അദ്ദേഹത്തിന്റെയൊക്കെ ഇടപെടലുകളും അദ്ദേഹത്തിന്റെയൊക്കെ നിർദ്ദേശങ്ങളും വളരെയേറെ സഹായകരമായിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാൻ ഈ അവസരത്തില് ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ വൈദികരുടെ പരിശീലനത്തില് നല്ല ഒരു അജപാലന ദർശനം ഉണ്ടാകണം എന്നുള്ള കാഴ്ചപ്പാടോടുകൂടിയാണ് മേരിമാതാ സെമിനാരി ആരംഭിക്കുന്നത്. അങ്ങനെ മേരിമാതാ സെമിനാരിയില് ഊന്നൽ കൊടുക്കേണ്ട തലം അജപാലന തലമായിരിക്കണം എന്നുള്ള അദ്ദേഹത്തിന്റെ വലിയ കാഴ്ചപ്പാടാണ് അങ്ങനെ ഒരു മേജർ സെമിനാരി തുടങ്ങാനുള്ള ധീരമായിട്ടുള്ള ഒരു കാൽവയ്പ് അദ്ദേഹം എടുത്തത്. അതുപോലെ തന്നെ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ആകട്ടെ, മെഡിക്കൽ കോളേജ് ആകട്ടെ, യുവജനങ്ങളെ കൂടുതൽ വളർത്താനുള്ള വലിയ മനസ്സിന്റെ പ്രകാശനമായിട്ടാണ് അത് കാണുക. ഈ അവസരത്തില് തുങ്ങഴിപ്പിതാവിന്റെ പാവന സ്മരണയുടെ മുമ്പില് ഇരിങ്ങാലക്കുട രൂപതയുടെ പ്രണാമം അർപ്പിക്കുന്നു, ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു.